ഹായ്, ഇതാരാണ്? ലാജോ സാർ. എൻ്റെ വീടിൻ്റെ അടുത്താണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് സാറിൻ്റെ വീട്, സാറിൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ വീട്. അങ്ങനെ പറയാം. മദ്രാസിൽ നിന്നുള്ള തീവണ്ടി സിനിമയിലേക്ക് എത്തുന്ന വിസ്മയ യാത്ര കേട്ടോ. എഴുത്ത് ശബരീഷാണ്. എന്താ പറയുക, വളരെ സിമ്പിളായി. ഞാൻ പുസ്തകങ്ങൾ അങ്ങനെ വായിക്കാതെ പൊതുവെ കമ്മിയാണ് കേട്ടോ. പ്രത്യേകിച്ച് ടഫുള്ള പുസ്തകം വായിക്കില്ല. ബാക്ക് ബെഞ്ച്. പക്ഷെ ഈ പുസ്തകം എന്തോ, ഒന്നാമത് ഒറ്റപ്പാലത്താണ് വീട്. എൻ്റെ മായന്നൂരാണ്. ഒറ്റപ്പാലത്തെ കുറിച്ച് ചുറ്റുവിട്ട് മായന്നൂരെല്ലാം കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് വായിച്ച പുസ്തകം എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിൽ സിനിമയ്ക്ക് കയറണതും പിന്നെ ഗൾഫിലൂടെ പോകുന്ന ആളാണ്. പിന്നെ അവിടുന്ന് സിനിമയിലേക്ക് എത്തുന്നതും അവിടുന്ന് 2-3 പടം സക്സസ് ആയിട്ട് ഇത് സിനിമ ഫെയിലാവുകയാണ്. അത്ര പ്രതീക്ഷിച്ചത്ര വിജയം വരില്ല. അതിനുശേഷം ഇവർ കുറച്ച് സാഡായിട്ടിരിക്കുകയാണ്. കുറച്ച് കഥ മറന്നുപോയില്ല, സോറി. അതിനുശേഷം ഒരു യാത്രയിൽ ഒരു കൂട്ടുകാരൻ ഒരു കഥ പറയുകയാണ്. കൂട്ടുകാരൻ പേര് മറന്നു. അവിടുന്നാണ് നമ്മുടെ ഫേവറേറ്റ്, നമ്മൾ വിഷു സമയത്ത് കാണാറുള്ള നമ്മുടെ ഫേവറേറ്റ് മൂവിയാണ് മീശമാധവൻ. ജഗദീശന് പിള്ളേച്ചനെ അവിടെ നിന്നാണ് ആ മീശമാധവൻ വരുന്നത്, ആ ഫിലിം. അപ്പോൾ ഒന്ന് ആലോചിച്ചു. ഇതിൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണെന്ന് അറിയാം, ഗിറ്റാർ വായിക്കുമ്പോൾ നമുക്ക്. ഓക്കെ, ഗിറ്റാറിസ്റ്റ് ആവുന്നില്ല. രണ്ട് ലാലായി വരുന്നു. ഒന്ന് മോഹൻലാൽ, ലാൽജു സാറുണ്ട്. മനസ്സുകൾ പത്തിരിപ്പാലയിലെ ശിവരാത്രി. ഗിറ്റാറിൽ ഒരു പാട്ടും 5 കോഴ്സ് മാത്രം അറിയുന്ന ലാലുവിന് പത്തിരിപ്പാലക്കാരൻ മുരളി അവൻ്റെ നാട്ടിലെ ശിവരാത്രി പരിപാടി ഡാൻസിൻ്റെ ഓർക്കസ്ട്രയിൽ കൂട്ടിലൊന്ന് തട്ടിമുട്ടി നിന്നാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാണ് പോണത്. അവിടെ പോയപ്പോൾ ഞാൻ ഒന്ന് ഷോർട്ടായിട്ട് പറയാം. അവിടെ പോയപ്പോൾ ആ സംഘടനയിലെ ഒരു പ്രധാനിയാണ് നഗരിപ്പുറം കാളിദാസ്. 110 കിലോ ഭാരമാണ് കേട്ടോ ആൾക്കാർ. ഏകദേശം ഒരു 110 കിലോ ഭാരമുള്ള ഒരാൾ. അപ്പോൾ ഇവർക്ക് ആകെ 5 സോങ് ഏതൊക്കെയാണെന്ന് അറിയുള്ളൂ. അതിൻ്റെ ഇടയിൽ അവിടെ പോയപ്പോൾ എന്ന് പറയുന്നത് 25 പാട്ട് എത്രയാണ് ഗാനം. 26 ഡാൻസിന് ഗിറ്റാർ വായിക്കുന്നതിനൊക്കെ വലിയ ദുരന്തമൊന്നും ഇനി വരാനില്ല. ഈ ശിവരാത്രി ദിവസം ഇവിടെ തല്ലുകൊണ്ട് മരിക്കേണ്ടി വരുമെന്നും ശിവരാത്രി ദിവസം മരിച്ചാൽ സ്വർഗം ലഭിക്കുമെന്നും പറഞ്ഞു കേട്ടിട്ടൊക്കെ, അതൊക്കെ ചിന്തിച്ചിട്ടാണ് അവിടുത്തെ ലാൽ സാർ ഇല്ലെങ്കിൽ അവരൊക്കെ അവിടെ പോണത്. പിന്നെ അവിടുത്തെ ഭാഗ്യത്തിന് ഒരു മൈക്കേ ഉള്ളൂ. ഒരു മൈക്ക് ഗിറ്റാർ, ഹാർമോണിയം, തബല, ഈ 3 ഒരു മൈക്കായിരുന്നു അവർ അഡ്ജസ്റ്റ് ചെയ്യും. വലിയ 3 ഒരു ബഹളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ പോയി. ഇതിൻ്റെ ഇടയിൽ ഈ നഗരിപ്പുറം കാളിദാസൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ. ലാൽ സാറ് 110 കിലോ വെയിറ്റ്, ഒരു ഗുണ്ട ലുക്കാണ് അതിൽ. അങ്ങനെയല്ല, പാവമായിരുന്നു. ഇടയ്ക്കിടെ നോട് കുറച്ച് പാടില്ല, കാണാനില്ല. അപ്പൊ ഇയാളെവിടെ പോയി മനസ്സിലെങ്കിൽ തോട്ട് തന്നോണ്ടിരിക്കുകയായിരിക്കും. എവിടെ പോയി പെട്ടെന്ന് എവിടെയായിരിക്കും വേദിയിൽ ആയിട്ട് ഒരു അനൗൺസ്മെന്റ് ചെയ്യാൻ അടുത്തതായി ഒരു നാടോടി നൃത്തം അവതരിപ്പിക്കുന്നത് നഗരിപ്പുറം കാളിദാസ്. അപ്പോൾ ലാലസാന്റെ മനസ്സിൽ എന്തോ ഒരു ഭയം പെട്ടെന്ന് തോന്നി. അടുത്തുള്ള LP സ്കൂളിലെ ബെഞ്ചുകൾ ചേർത്ത് കെട്ടി അറ്റത്ത് തെങ്ങിൻ്റെ കുട്ടികൾ വെച്ച് താങ്ങി നിർത്തിക്കുന്ന ഒരു തട്ടിക്കൂട്ട് സ്റ്റേജാണ്. അതിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ അപകടമാണ് പറയണത്. അതിൻ്റെ ഇടയിൽ നിന്ന് പെട്ടെന്ന് സുമോ ഗുസ്തിക്കാരനെ പോലെ ഒരാൾ മലവേടൻ്റെ പുലിത്തോലും എടുത്ത് കയ്യിൽ അമ്പുമില്ലുമായി പ്രത്യക്ഷപ്പെടെ നഗരപ്പുറം കാളിദാസാണ്. വേദിയിലേക്ക് ചാടാൻ ഉയരത്തെ കയറി അവിടെ നിന്ന് ചാടാനുള്ളതിൽ ലാൽ സാറിന് മനസ്സിലായി
ഇരിക്കുന്ന കയ്യിൽ കവുങ്ങിൻ്റെ ഇതിൽ മുറുകെ പിടിച്ചു. രമേശിനോട് തപേഷിനോട് അപസൂചന നൽകുന്നതിന് മുന്നേ അടുത്ത നിമിഷം അത് സംഭവിച്ചു. കർട്ടൻ പൊങ്ങിയത് മലവേടം വന്നേ എന്ന് പാടിക്കൊണ്ട് കാളിദാസ് സ്റ്റേജിന് മധ്യയിൽ ഇടത്തിലാക്കി. വലിയൊരു ശബ്ദം കിട്ടില്ലോ നോക്കും പൊട്ടിപ്പടങ്ങ വരികയാണ്. 2 ബെഞ്ചുകൾക്ക് നടുഭാഗം മുറിഞ്ഞ് മലവേടൻ അതിനിടെ പെട്ടുകിടക്കാൻ രമേശൻ നോക്കി. അവനൊന്നും മനസ്സിലാവാതെ വായ പൊളിച്ചെടുത്തുണ്ട്. തബലിസ്റ്റ് എവിടെ? തബലൊക്കെ സ്റ്റേജിൽ ഉരുണ്ടാണ്. അതൊക്കെ നമ്മൾ ഇമേജിൻ ചെയ്തതല്ലേ, നമ്മൾ ഇമേജിൻ ചെയ്യണം കേട്ടോ. തെറിച്ചു. എങ്ങനെയൊക്കെയോ ശിവരാത്രി പരിപാടി കഴിഞ്ഞു. അപ്പോൾ ലാൽ സാറിന് ആകെ 5 മ്യൂസിക്കിൻ്റെ ഏതാ പറയുള്ളൂ. അത് കാണേണ്ട പിടിച്ച് അവിടെ വന്നിട്ട് ലാലുവിൻ്റെ ഗിറ്റാർ വായന പ്രകീർത്തിച്ചു. 75 രൂപയ്ക്ക് അത് 101 രൂപ കൊടുത്തു. കലാരംഗത്ത് നല്ല ഭാവി ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. രമേശിന് നേരത്തെ പറഞ്ഞ തുകയായി 75 മാത്രമേ കിട്ടിയുള്ളൂ. തബലിസ്റ്റിനോടാണ് അവർ കടുങ്ങി ചെയ്തത്. വൈകുന്നേരം മുതൽ വെളുക്കം വരെ തബല വായിച്ച ആ കലാകാരന് കൊടുത്തതും വെറും 50 രൂപ. റീസൺ എന്താണെന്നറിയോ? സ്റ്റേജിൽ നിന്ന് തെറിച്ചുപോയി തിരിച്ചു വരുമ്പോൾ അയാൾ നഗരപ്പുറം കാളിദാസൻ നൃത്താകലാകാരനെ വിമർശിച്ചത് സംഘാടകർ ശ്രദ്ധിച്ചിരുന്നു. ഇവർക്ക് ആകെ 5 സോങ് അറിയുള്ളൂ. അത് വെച്ച് ഇവർ LSD തബലിസ്റ്റിന് ആള് പ്രൊഫഷണലാണ്. ഒറ്റ കാരണം കൊണ്ട് അയാൾക്ക് കൊടുക്കേണ്ട പണം വെട്ടി കുറച്ച്. ഇതാണ് ലോകം. നന്നായി തബല വായിക്കാൻ വരുന്നവരെ രാത്രി മുഴുവൻ കൊട്ടിയിട്ട് കിട്ടിയതിൻ്റെ ഇരട്ടി പൈസ ഗിറ്റാറും പിടിച്ച് മുക്കിയതിൻ്റെ മൂലിതരം തന്നെ പോലെ ഒരു തരികിടക്ക് കിട്ടുന്നു. ഇങ്ങനെ ഇതെല്ലാം നമ്മൾ കയ്യിൽ ഭാഗത്ത് കോമഡി ആയിട്ട് പോകും കേട്ടോ. നല്ല രസമാണ്. പക്ഷെ ലാസ്റ്റ് ഒരു വൺബ്രേക്ക് ഉണ്ട്. ഐ റിയലി ലൈക്ക് ദാറ്റ്. സ്പോക്കൺ ഇംഗ്ലീഷ് അപ്പം ഉണ്ട് കുറച്ചായിട്ട്. ഓക്കെ. വിയർത്ത് മുങ്ങിയും അറിയാതെ ഉറങ്ങിപ്പോയും വിശപ്പ് തൽക്കാലം മാറ്റിവെച്ചും സുഖമില്ലാത്തത് കാര്യമാക്കാതെയും ഇഷ്ടപ്പെട്ടവരെ കാണാൻ വൈകിയും മരിച്ചവരെ കുറിച്ച് പോലും ഓർക്കാൻ സമയമില്ലാതെയും നടന്നിട്ടാണ് അയാൾ ഒരു പേരായി മാറുന്നത്. ആ പേര് ഇതാണ് കേട്ടോ, ലാൽജോസ്. അല്ല അങ്ങനെ കാരണം ലാൽജോസ് സാറിൻ്റെ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഇപ്പോൾ കുറേ ഷൂട്ടിങ്സ് ഒക്കെ ഉണ്ടായെന്ന് വെച്ചാലും എൻ്റെ ഇടയിൽ നമ്മൾ ആൾക്ക് പോകാൻ പറ്റില്ല. പോകാൻ പറ്റില്ല പറഞ്ഞാൽ ഇവരായിരിക്കും സംവിധായകൻ, ഇവരെ അണ്ടറിലല്ലേ ബാക്കിയുള്ളവരൊക്കെ. അപ്പോൾ ഇവർ പോയിട്ട് ചിലപ്പോൾ ആ സിനിമയ്ക്ക് ചിലപ്പോൾ അത്രയും നഷ്ടങ്ങളായിരിക്കും. അല്ല നഷ്ടങ്ങളാണ്. ആ ഒരു റീസൺ കാരണം. ബൈ. താങ്ക് യു.